വാർത്തകൾ തുടരുന്നു. വടകര കോട്ടക്കടവ് റെയിൽവേ മേൽപ്പാലത്തിനായി UDF RMPI നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കടവിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF RMPI നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 90-ലേറെ വണ്ടികൾ ഈ വഴി പോകുന്നുണ്ട്. ഇതിലേറെ അതിവേഗ ട്രെയിനുകളും ദീർഘദൂര ട്രെയിനുകളുമാണ്. 90ഓളം ട്രെയിനുകൾ ഒരു ദിവസം പോകുന്നുണ്ട്. അതിന് പുറമെ കാർഗോ ട്രെയിനുകൾ പോകുന്നുണ്ട്. ഏറ്റവും ഈ പറയുന്ന ട്രാഫിക് ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ വാഹന സാന്ദ്രതയുള്ള ഒരു ഗേറ്റ് ആയിട്ടാണ് ഈ ഗേറ്റ് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. 90 വണ്ടികൾ കടന്നു പോകുമ്പോൾ അധ്യക്ഷൻ ശ്രീ ശശി പറഞ്ഞ പോലെ തന്നെ എത്ര മണിക്കൂറാണ് ചെലവഴിക്കുന്നത്? 6 മുതൽ 7 മണിക്കൂർ വരെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട ആ സമയമാണ് ഈ ഗേറ്റുകളിൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നു വരുമ്പോൾ അതെത്ര വിലപ്പെട്ടതാണ്. ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത വലിയ സമയനഷ്ടമാണ് നഷ്ടം. അത് പരിഹരിക്കാൻ സാധ്യമല്ല. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്ന ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജാണ്. ആ ഓവർ ബ്രിഡ്ജ് നേടിയെടുക്കുന്നവരെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ശശിധരൻ കരിമ്പനപ്പാലം, VK അസീസ് മാസ്റ്റർ, സുദേശ് മാസ്റ്റർ, MP അഹമ്മദ്, AP ഷാജിദ്, PM മുസ്തഫ മാസ്റ്റർ, വൃന്ദ PK, സജീർ CK, റിജ്ന T, CH വിജയൻ, MP അബ്ദുൽ കരീം, A ദാസൻ, K അബ്ദുള്ള, ഷാനവാസ് ബക്കർ എന്നിവർ സംസാരിച്ചു.